സീപ്ലെയിൻ പദ്ധതി താത്കാലികമായി നിർത്തിവെക്കണമെന്ന് ആവർത്തിച്ച മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി. മത്സ്യത്തൊഴിലാളി സംഘടനകളുമായി സർക്കാർ ചർച്ച നടത്തണം, മത്സ്യത്തൊഴിലാളികളുടെ ആശങ്ക പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുമെന്നും പി ചിത്തരഞ്ജൻ MLA പറഞ്ഞു. 24 എക്സ്ക്ലൂസീവ്. ഞങ്ങളുടെ നിലപാടെന്ന് പറഞ്ഞാൽ വിനോദസഞ്ചാര മേഖലയിലെ സാധ്യതകളെ വിനിയോഗിക്കുന്നതിന് മത്സ്യത്തൊഴിലാളി സമൂഹം എതിരല്ല. ഇപ്പം ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട് ചർച്ച ചെയ്യാം. ഇപ്പം ഞങ്ങൾ വെക്കുന്ന ഡിമാൻഡ് അടിയന്തരമായി അങ്ങനെ ഒരു കോൺഫറൻസ് വിളിച്ചുകൂട്ടി മത്സ്യത്തൊഴിലാളി സംഘടനകളെ ഈ കാര്യങ്ങളെ ബോധ്യപ്പെടുത്തി അതുവഴി മത്സ്യത്തൊഴിലാളികളിലേക്ക് ഈ സന്ദേശം എത്തിച്ചുകൊണ്ട് അവരുടെ കൂടെ സഹകരണത്തോടുകൂടി ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തയ്യാറാകണം. 2013 കേരളത്തിലെ എല്ലാ മത്സ്യത്തൊഴിലാളി സംഘടനകളും കൂടി ഈ പദ്ധതിയോട് വിയോജിപ്പ് ഏർപ്പെടുത്തി എതിർത്തു. കാരണം ഇത് കായലുകളിലെ ഉൾനാടൻ ജലാശയങ്ങളിലെ മത്സ്യസമ്പത്തിനെയും മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗത്തെയും ബാധിക്കും. അതുകൊണ്ട് യാതൊരു കാരണവശാലും ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകരുതെന്ന് പറഞ്ഞു. അതേ സാഹചര്യം നിലനിൽക്കുന്നു. ആ സാഹചര്യം ഞങ്ങളിന്ന് ചർച്ച ചെയ്തു. ഗവൺമെൻറ് അടിയന്തരമായി മത്സ്യത്തൊഴിലാളി സംഘടനകളുമായി ചർച്ച ചെയ്യണമെന്നാണ് ഞങ്ങളിന്ന് തീരുമാനമെടുത്തിട്ടുള്ളത്. ഞങ്ങളുടെ നിലപാട് ഗവൺമെൻറ്റിനോട് പറയും. ഇതിനകത്ത് കോർഡിനേഷൻ കമ്മിറ്റി ഒറ്റ സ്വരത്തിലാണ്. ഇത് എല്ലാ ഭരണകക്ഷി സംഘടനയുണ്ട്, പ്രതിപക്ഷ സംഘടനയുണ്ട്. ഞങ്ങളെല്ലാവരും ഒറ്റ സ്വരത്തിലാണ്, ഒരുമിച്ചാണ് ഇതിൽ നിൽക്കുന്നത്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി. വിഷ്ണു, ഇതിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവർ പ്രതിഷേധം അറിയിച്ചതാണ്. കോർഡിനേഷൻ കമ്മിറ്റിയുടെ നിലപാട് എന്താണ്? പ്രതിപക്ഷവും ഭരണപക്ഷവും ഒക്കെ ഒരുമിച്ചാണല്ലോ ഇക്കാര്യത്തിൽ. അനുജ, പ്രധാനമായും കോർഡിനേഷൻ കമ്മിറ്റി മുന്നോട്ട് വെക്കുന്നത് ഒരു ചർച്ച വേണമെന്നുള്ളതാണ്. അതുവരെ പദ്ധതിയുമായി മുന്നോട്ട് പോകരുതെന്നൊരു ആവശ്യവും അവർ പറയുന്നുണ്ട്. ഏറ്റവും അടുത്ത ദിവസം തന്നെ മുഖ്യമന്ത്രിക്കും ടൂറിസം മന്ത്രിക്കും ഫിഷറീസ് വകുപ്പ് മന്ത്രിക്കും കോർഡിനേഷൻ കമ്മിറ്റി ഒരു കത്ത് നൽകും. ആ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ച വിളിക്കണം. സീപ്ലെയിനുമായി ബന്ധപ്പെട്ട് മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ ആശങ്കയുണ്ട്. ഇത് മത്സ്യസമ്പത്തിനെ അപ്പാടെ വലിയ പ്രതിസന്ധിയിലാക്കുമെന്നുള്ള വിലയിരുത്തലാണ് അവർക്കുള്ളത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ സംഘടനകളുമായി ചർച്ച ചെയ്ത ശേഷം മാത്രം ഈ പദ്ധതിയുമായി മുന്നോട്ട് പോയാൽ മതി എന്നൊരു നിലപാട് അവർ സ്വീകരിച്ചിരിക്കുന്നത്. ആലപ്പുഴയിൽ സംയുക്ത മത്സ്യസംഘടനകളുടെ യോഗം ചേർന്ന് TN പ്രതാപൻ, പി ചിത്തരഞ്ജൻ, TJ ആഞ്ചലോസ് തുടങ്ങിയ നേതാക്കൾ ഈ യോഗത്തിൽ പങ്കെടുത്തു. ഈ യോഗത്തിലാണ് ഇത്തരത്തിൽ തീരുമാനം എടുത്തത്. നേരത്തെ സമരം ഉൾപ്പെടെയായി മുന്നോട്ട് പോകാനായിരുന്നു അവർ തീരുമാനിച്ചിരുന്നത്. പക്ഷേ സമരം വേണ്ട, ആദ്യഘട്ടത്തിൽ ചർച്ചയാണ് അവർ പറയുന്നത്. ആ ചർച്ചയിൽ കാര്യമായ പോസിറ്റീവ് റെസ്പോൺസ് ഉണ്ടായില്ലെങ്കിൽ സമരവുമായി മുന്നോട്ട് പോകും എന്നുള്ള, അടുത്ത ഘട്ടത്തിൽ സമരവുമായി മുന്നോട്ട് പോകുമെന്നാണ് നിലവിൽ സംയുക്ത സംഘടന വ്യക്തമാക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പി ചിത്തരഞ്ജൻ, അതായത് സർക്കാരിനെ അല്ലെങ്കിൽ ഭരണകക്ഷിയോടൊപ്പം നിൽക്കുന്ന CPM പ്രതികരിക്കുന്ന അടക്കം മത്സ്യത്തൊഴിലാളികളുടെ ഈ ആശങ്ക പങ്കുവെക്കുന്നുണ്ട് എന്നുള്ളതാണ്. സീപ്ലെയിൻ പദ്ധതിക്കെതിരെയാണ് മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി ആശങ്ക അറിയിക്കുന്നത്. ചർച്ച നടത്തണമെന്നതാണ് അവരുടെ ആവശ്യം.